മോളിവുഡിൽ ഏറ്റവും വിലപിടിപ്പുള്ള സംവിധായകരിൽ ഒരാളാണ് ജീത്തു മാധവൻ. ചെയ്ത 2 സിനിമകളും വലിയ ഹിറ്റാക്കി മാറ്റിയ സംവിധായകൻ കൂടിയാണ് ജീത്തു മാധവൻ. അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്തത് രോമാഞ്ചമായിരുന്നു. തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി മാറിയ ചിത്രമായിരുന്നു അത്. പിന്നീട് അദ്ദേഹം ചെയ്ത സിനിമ ആവേശം ഫഹദ് ഫാസിലിന്റെ കരിയറിലെ വലിയ ഹിറ്റായി മാറി. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 150 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുകയും ചെയ്തു. ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റായി എന്നതിനപ്പുറത്തേക്ക് ആവേശം വലിയൊരു സെലിബ്രേഷൻ പടമായി മാറിയിരുന്നു. യുവാക്കൾക്കിടയിൽ വലിയ രീതിയിൽ ഹരമായി മാറിയ കഥാപാത്രവും പാട്ടുകളും ഒക്കെ ആയിരുന്നു ആവേശത്തിലേത്. ആവേശത്തിന് ശേഷം ജീത്തു മാധവൻ സംവിധാനം ചെയ്ത സിനിമയായി വന്നത് മോഹൻലാൽ ചിത്രമായിരുന്നു. ഗോകുലം ഗോപാലിന്റെ പ്രൊഡക്ഷൻസിൽ മോഹൻലാലിനെ നായകനാക്കി ഒരുക്കുന്ന ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ പിന്നീട് ആ സിനിമ ഡ്രോപ്പ് ചെയ്യുകയും ജീത്തു മാധവൻ മോളിവുഡിൽ നിന്ന് തമിഴിലേക്ക് പോവുകയും ചെയ്തു. തമിഴിൽ അദ്ദേഹം ആദ്യമായി ചെയ്യാൻ പോകുന്ന സിനിമ സൂര്യയെ നായകനാക്കിയാണ്. നെസ്ലനാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അറിഞ്ഞിടത്തോളം സൂര്യ പോലീസ് വേഷത്തിലാണ്, നെസ്ലൻ വില്ലൻ വേഷത്തിലും എത്തുന്നു. നെസ്രയും പ്രധാന കഥാപാത്രമായി എത്തുന്നു. ജീത്തു മാധവനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വലിയൊരു കൊമേഴ്ഷ്യൽ ഹിറ്റ് തന്നെ ആവാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് സൂര്യയെ നായകനാക്കി ഒരുക്കുന്ന പടം. സൂര്യയുടെ കരിയറിലും വലിയൊരു തിയേറ്റർ ഹിറ്റ് കിട്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായി. സൂര്യയ്ക്കും ജീത്തു മാധവനും വമ്പൻ ഹിറ്റായി മാറുന്ന ഒരു സിനിമയാവാൻ എല്ലാ സാധ്യതയുമുണ്ട്. നെസ്ലൻ ആണെങ്കിൽ തൊട്ടതെല്ലാം പൊന്നാക്കി നിൽക്കുന്ന അഭിനേതാവാണ്. പ്രേമലവും അതുപോലെ ലോകയും ഒക്കെ വമ്പൻ ഹിറ്റുകളായി. അദ്ദേഹത്തിൻ്റെതായി ടോർപിഡോ വരാനിരിക്കുന്നു. അങ്ങനെ ഒരു സമയത്താണ് അദ്ദേഹം തമിഴിലേക്ക് എൻട്രി നടത്തുന്നത്. നെസ്ലന്റെ ആദ്യ തമിഴ് ചിത്രമാണ്. അതും ഒരു വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സൂപ്പർ ഹിറ്റ് ഡയറക്ടർ ജീത്തു മാധവൻ ചിത്രം എന്നുള്ളത് വലിയ പ്രതീക്ഷയാണ്. ഒപ്പം സൂര്യയും ഉണ്ട്. മലയാളികളും തമിഴരും എല്ലാം ഒരുമിച്ച് കാത്തിരിക്കുന്ന ചിത്രമായിരിക്കും സൂര്യയും നെസ്ലനും ഒന്നിക്കുന്ന ഈ ജീത്തു മാധവൻ ചിത്രം. സിനിമ എപ്പോഴാണ് തിയേറ്ററിൽ എത്തുക എന്നോ ഷൂട്ടിങ്ങിന്റെ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ അറിയില്ല. എന്തായാലും സിനിമ വലിയ വിജയമായി മാറട്ടെ.